പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. വചനം പഠിക്കാൻ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹമാണ് ഈ ശുശ്രൂഷ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ. 6-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള ഭാഗമാണ് ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവം. അത് ഞാനൊന്ന് സൂചിപ്പിച്ച് ഒന്ന് തുടങ്ങിയിരുന്നു. നമുക്കതിൻ്റെ കൂടുതൽ ആഴമായ വിശദീകരണത്തിലേക്ക് കടക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. യോഹന്നാൻ 6-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങി. യേശു അവരുടെ അടുക്കലെത്തിയിരുന്നുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു. 25-30 സ്ഥാദിയോൺ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ഈശോ കടലിന് കുറുകെ നടക്കുന്ന സംഭവവും ചെങ്കടൽ കടക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവവും തമ്മിൽ ഒരു താരതമ്യം യോഹന്നാൻ്റെ ഹൃദയത്തിലുണ്ട് ഇതെഴുതുമ്പോൾ. കാരണം ഈ രണ്ട് സംഭവങ്ങളെ കൂട്ടി വായിക്കാൻ സഹായിക്കുന്ന ചില പദപ്രയോഗങ്ങളും ചില വിശദീകരണങ്ങളും യോഹന്നാൻ നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ശക്തിയേറിയ കാറ്റടിച്ചത് കൊണ്ടാണ് കടൽ ക്ഷോഭിച്ചു എന്ന വിവരണം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൽ ചെങ്കടൽ കടക്കുന്ന സമയത്ത് ഈ ഫറവോയുടെ സൈന്യത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജനത്തിന് കടൽ വെട്ടി വഴി തുറക്കുന്ന സമയത്ത് അങ്ങനെ കടൽ വിഭജിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ പുറപ്പാട് 15-ൽ നമ്മൾ വായിക്കുന്നത് ശക്തിയേറിയ ഒരു കിഴക്കൻ കാറ്റ് വന്ന് കടലിലേക്ക് അടിക്കുകയും അങ്ങനെ തിരമാലകൾ രണ്ട് വശത്തേക്ക് മാറുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഈ കാറ്റടിച്ചത് കൊണ്ട് കടൽ വകഞ്ഞ് മാറ്റപ്പെട്ടു, കടൽ വിഭജിക്കപ്പെട്ടു. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ കാറ്റടിച്ചത് കൊണ്ട് കടൽ ക്ഷോഭിക്കുകയും ആ കടലിന് മീതെ ഈശോ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള പാരലലിസം ഒരു പ്രത്യേക കാര്യത്തിലേക്ക് വായനക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. യോഹന്നാൻ ഒരു സത്യത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സത്യം ഈ ഭാഗത്ത് വളരെ വ്യക്തമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അവിടെ ഈ കർത്താവ് ഈശോ മിശിഹ കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുകയാണ്. അതായത് തിരമാലകൾക്ക് മീതെ നടക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ യോഹന്നാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ സംഭവം എന്തുകൊണ്ടാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്? ഈ ജോബിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം എങ്ങനെയാണ്? അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചത്, അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടിമെതിക്കുന്നു. യഹോവ എന്നാണ് ഈ പഴയ നിയമത്തിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യാൻ ഇസ്രായേൽ ജനത ഉപയോഗിച്ച, അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞ വാക്ക് യഹോവ എന്നാണ്. അതാണ് നമ്മുടെ POC ബൈബിളിൽ ദൈവമായ കർത്താവ് എന്ന് കാണുന്നിടത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യഹോവ എന്ന വാക്കാണ്. ദൈവമായ കർത്താവ്, ദ ലോർഡ് ഗോഡ്, അത് യാവേ, ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ പേര് അവരെ സംബന്ധിച്ച് യഹോവ എന്നാണ്. ആ പേര് അവർ പറയുമായിരുന്നില്ല എങ്കിൽ കൂടി പേര് യഹോവ എന്നാണ്. ലോർഡ് ഗോഡ്, ദൈവമായ കർത്താവ്. അപ്പോൾ ഈ ജോബിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ആ യഹോവയെക്കുറിച്ച് പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. യഹോവയെക്കുറിച്ച് പറയുകയാണ്, അവിടുന്നാണ് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടിമെതിക്കുന്നത്. സമുദ്രത്തിന് മീതെ നടക്കുന്നത് അവിടുന്നാണ്. അപ്പോൾ ഈ പഴയ നിയമത്തിലെ ഇതുപോലെയുള്ള വചനഭാഗങ്ങൾ പരിചയമുള്ള ഒരു ജനതയ്ക്ക് സമുദ്രത്തിന് മീതെ നടക്കുക, തിരമാലകളെ ചവിട്ടിമെതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ദൈവത്വം വെളിപ്പെടുത്തുന്ന ഒരു പദപ്രയോഗമാണ്. അപ്പോൾ അത് വായിക്കുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിൽ എന്താ തോന്നുന്നത്? തിരമാലകളെ ചവിട്ടിമെതിച്ച യഹോവ ഒരു വശത്ത് പഴയ നിയമത്തിൽ, ഇതാ തിരമാലകൾക്ക് മീതെ പരിക്കേൽക്കാതെ വെള്ളത്തിൽ താണുപോകാതെ നടന്നു പോകുന്ന യേശു. അപ്പോൾ എന്താണ് ഈ ഭാഗം യോഹന്നാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആദ്യത്തെ ഉത്തരം ഇതാണ്: യേശുവിൻ്റെ ദൈവത്വം, ജീസസ് ഡിവിനിറ്റി, അതാണ് ഇവിടെ തെളിയിക്കാൻ പോകുന്നത്. യേശു ദൈവമാണ് എന്ന സത്യം യോഹന്നാൻ പറയുകയാണ്. അതാണ് ഈ ഭാഗം ഈ മന്നായെക്കുറിച്ചുള്ള പ്രബോധനത്തിന് മുമ്പ് ഈ ഭാഗം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ
നമ്മൾ കാണുന്നത് ഈ ഈശോ ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ ശിഷ്യന്മാരെല്ലാം ഭയപ്പെട്ടു. അവർ ഭയപ്പെട്ട സമയത്ത് യേശുവിൻ്റെ മറുപടി അവൻ അവരോട് പറഞ്ഞു, വാക്യം 20, അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. ഇറ്റ്സ് ഐ ജീസസ് എന്നല്ല ഈശോ പറഞ്ഞേ. ഇപ്പോൾ പേടിക്കണ്ട, ഞാൻ യേശുവാണ് എന്നല്ല പറഞ്ഞേ. ഭയപ്പെടേണ്ട, ഇറ്റ്സ് ഐ. ഇത് പുറപ്പാട് 3-ാം അധ്യായത്തിൽ ജനത്തിൻ്റെ അടുത്തേക്ക് മോശയെ അയക്കുമ്പോൾ മോശ ചോദിക്കും, ദൈവമേ, ആരാണ് നിന്നെ അയച്ചതെന്ന് ഈ ജനം ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് മറുപടി പറയും? നീ ആരാണ്? നിൻ്റെ പേരെന്താണ്? അപ്പോൾ അവിടെ പുറപ്പാട് 3-ാം അധ്യായത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന പേരാണ് ഞാൻ ആകുന്നവൻ ആകുന്നു. ഐ ആം ഹു ആം. ഇറ്റ്സ് ഐ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏഗോ എയ്മി, ആകുന്നവനാകുന്നു. ഐ ആം ഹു ആം. ഇതേ വാചകമാണ് ഇപ്പോൾ ഈശോ പറയുന്നത്. ഏഗോ എയ്മി, ഞാനാണ്, ഞാനാകുന്നവനാകുന്നു. ഇറ്റ്സ് ഐ ആം ഹു ആം. സെയിം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോ എന്താ പറയുന്നത്? ഈ തിരമാലകൾക്ക് മീതെ നടക്കുന്ന ഞാൻ ദൈവമാണ്. കൃത്യമായ യേശുവിൻ്റെ അസന്ദിഗ്ധമായ സംശയലേശമില്ലാത്ത യാതൊരു സന്ദേഹങ്ങൾക്കും ഇടയില്ലാത്ത വിധത്തിലുള്ള യേശുവിൻ്റെ പ്രഖ്യാപനമാണ്. യേശുവിൻ്റെ ദൈവത്വത്തെ പ്രഖ്യാപിക്കുന്ന മനോഹരമായ ഒരു സ്പാർക്കാണ് ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രധാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ദൈവത്വമാണ് ഇനി നമ്മൾ കാണും. ഇത് കഴിയുമ്പോൾ, ഇങ്ങനെയുള്ള യേശുവിൻ്റെ സംഭാഷണങ്ങൾ കഴിയുമ്പോൾ ഏതാണ്ട് 10 തവണ യേശുവിനെ യഹൂദന്മാർ കൊല്ലാൻ ആലോചിക്കുന്നുണ്ട്. 10 തവണ. നമ്മൾ യഥാർത്ഥത്തിൽ വിചാരിച്ചിരിക്കുന്നത് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് മാത്രമാണ് യേശുവിനെ അവർ പിടിക്കാൻ ആഗ്രഹിച്ചത്, അല്ലെ കൊല്ലാൻ തുടങ്ങിയെന്നാണ്. ബൈബിളിൽ മൊത്തം നമ്മൾ പരിശോധിച്ചാൽ പുതിയ നിയമത്തിൽ ഏതാണ്ട് 10 സന്ദർഭങ്ങളിൽ യേശുവിനെ കൊല്ലാൻ അവർ പരിശ്രമിക്കുന്നുണ്ട്. അതിലെ മിക്കവാറും സംഭവങ്ങളെല്ലാം തന്നെ യേശു ദൈവമാണ് എന്ന് തന്നെ വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വായനക്കാരൻ്റെ ഈ വായനാനുഭവം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ സംഘർഷഭരിതമാകുന്ന എപ്പിസോഡുകളിലേക്ക് കടക്കുകയാണ്. അതെല്ലാം തുടങ്ങുന്നത് താൻ ദൈവമാണ് എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ്. ഓക്കെ, അപ്പോൾ പറയുകയാണ് യേശു ദൈവമാണ്, യേശു യഹോവയാണ് എന്ന് തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഈ തൃത്വത്തിൻ്റെ ഒരു നിഴലാട്ടം കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഷാഡോ, ട്രിനിറ്റിയുടെ ഒരു ഷാഡോ കാണാൻ പറ്റും. അതെങ്ങനെയാണ്? കാറ്റെപ്പോഴും ബൈബിളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഈ കാറ്റടിച്ച് കടൽ ക്ഷോഭിച്ചു. ആ കടൽ ക്ഷോഭത്തിൻ്റെ കാരണം കാറ്റാണ്. അപ്പോൾ ഇവിടെ ആ വിൻഡ് റൂഹായാണ്. അതുപോലെ തന്നെ നമ്മൾ പഴയ നിയമത്തിൽ ചെങ്കടൽ വിഭജിക്കാൻ അടിച്ച കാറ്റും റൂഹായാണ്. അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്, ഈശോയുണ്ട്. ഈശോയാണ് നടന്നു വരുന്നത്. പുത്രനുണ്ട്. ഇനിയും ഇറ്റ്സ് ഐ, ഏഗോ എയ്മി, അത് യഹോവയുടെ വാക്കുകളാണ്. പിതാവുമുണ്ട്. ഇങ്ങനെ ഒരു ട്രിനിറ്റേറിയൻ സ്പാർക്ക് കാണാൻ പറ്റുന്ന എപ്പിസോഡുകളിൽ ഒന്നാണ് ഈ കടലിന് മീതെ നടക്കുന്ന സംഭവം. ഇനി സഭാപിതാക്കന്മാർ ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അവരെപ്പോഴും ഈ ശിഷ്യന്മാർ കയറിയ വഞ്ചിയെ സഭയുമായിട്ട് തുലനം ചെയ്ത് വായിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഈ ബോട്ട് സഭയാണ്. അപ്പോൾ ഈ ശിഷ്യന്മാർ കയറിയ വഞ്ചി സഭയാണ് എന്ന് പറയുമ്പോൾ പറയുകയാണ്, ആ വഞ്ചി ചിലപ്പോൾ ആ വഞ്ചി ഉലയും. ചിലപ്പോൾ ആ വഞ്ചിക്ക് ആടി ഉലയുന്ന അനുഭവങ്ങളുണ്ടാവും. ആ വഞ്ചിയിൽ വെള്ളം കയറുന്ന അനുഭവം ഉണ്ടാവും. ആ സഭയാകുന്ന ഈ സഭാ നൗക ആടി ഉലയുന്ന ചരിത്ര സംഭവഗതികൾ സഭയുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ഉണ്ടാകാനിടയുണ്ട്, അല്ലെ ഉണ്ടായിട്ടുണ്ട്. അവിടെ സഭ സമ്പൂർണ്ണമായിട്ട് നശിക്കുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല. അത് തീരത്ത് ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ അത് പോകാൻ ആഗ്രഹിച്ചത് ആ ലക്ഷ്യസ്ഥാനത്ത് ഈ സഭ എത്തും എന്ന് സഭാപിതാക്കന്മാർ ഈ ഭാഗം വായിച്ചിട്ട് വ്യാഖ്യാനിച്ച വായനകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദ ബോട്ട് ഈസ് ഓഫൺ കമ്പയർഡ് ടു ദ ചർച്ച് ആൻഡ് ദിസ് ബോട്ട് വിൽ റീച്ച് ദ ഷോർ where it is destined to, where it is heading to. അത് അവിടെ തന്നെ എത്തും. സഭയാകുന്ന ഈ നൗക പാതി വഴിയിൽ നശിച്ചു പോവില്ല. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് ഈ
വള്ളത്തിൻ്റെ ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് എപ്പിസോഡുകളുണ്ടല്ലോ. ഒന്ന് ഈ ഈശോ ഈ വഞ്ചിയുടെ അമരത്ത് തലവെച്ച് ഉറങ്ങുന്ന സംഭവം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് യേശു കാറ്റിനെ ശാസിക്കുന്ന സംഭവം. അപ്പോൾ അവിടെയും അപ്പസ്തോലന്മാർ പേടിച്ച് വിഷമിച്ച് നിലവിളിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, എന്തിനാണ് അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഒരു എപ്പിസോഡ്. വള്ളത്തിൽ യേശു അത്ഭുതം പറഞ്ഞു. ഈ സഭയാകുന്ന ആ വള്ളത്തിനകത്ത് യാത്ര ചെയ്യുന്ന അപ്പസ്തോലന്മാരെ ഈ സഭയ്ക്കകത്ത് തന്നെ ചിലപ്പോൾ പ്രകടമായിട്ട് യേശു ഉണ്ടെന്ന് തോന്നാത്ത അനുഭവത്തിലൂടെയാണ് പോകുന്നത്. ചിലപ്പോൾ ഈശോ ഉറങ്ങുകയാണ്, മയങ്ങുകയാണ്. ചിലപ്പോൾ ഈശോ ഇല്ലെന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഈശോ ഇതിനെ നയിക്കുന്നുണ്ടോ, ഇനി കർത്താവ് തന്നെയാണോ ഇതിനെ നിയന്ത്രിക്കുന്നത്, ഇതൊക്കെ എല്ലാം മനുഷ്യൻ്റെ കയ്യിൽപ്പെട്ട് പാഴായിപ്പോയോ, സഭ നശിച്ചു പോയോ എന്നൊക്കെയുള്ള ചിന്ത വരാനിടയുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ സംഭവം ഓർമ്മിക്കുക. കർത്താവ് മയങ്ങുകയാണ്, കർത്താവ് ഉണർന്ന് കാറ്റിനെ ശാസിക്കും. അതായത് സഭയാകുന്ന ഈ വഞ്ചിക്കകത്ത് കർത്താവുണ്ട്. അവൻ ഏത് കാറ്റിനെയും ഏത് കോളിനെയും ഏത് അസ്വസ്ഥതകളെയും ശാസിക്കാൻ കഴിവുള്ളവനാണ്. അവൻ സഭയെ നയിക്കും എന്ന അർത്ഥത്തിൽ പിതാക്കന്മാർ ഇതിനെ കാണാറുണ്ട്. ഇനി രണ്ടാമത്തെ സംഭവം നമ്മളിപ്പോൾ വായിച്ചതാണ്. ശിഷ്യന്മാർ ഒറ്റയ്ക്കാണ്, ഈശോ അപ്പോൾ അവരുടെ കൂടെ ഇല്ല. അവൻ മലമുകളിലാണ്, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ശിഷ്യന്മാർക്കൊരു സഭയാകുന്ന ഈ വഞ്ചിക്ക് ഒരു ആപത്ത് വരുമ്പോൾ യേശു അതിനടുത്തേക്ക് നടന്നു വരികയാണ്. അപ്പോൾ സഭയ്ക്കുള്ള വലിയൊരു ഉറപ്പാണിത്. കർത്താവ് തൻ്റെ മണവാട്ടിയായ താൻ രക്തം കൊടുത്ത് വീണ്ടെടുത്ത സഭയെന്ന് പറഞ്ഞാൽ നമ്മളെ കർത്താവ് ഏത് ആപത്തിലും സഹായിക്കും. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. അവൻ മയങ്ങുകയാണെന്ന് തോന്നിയാലും അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിക്കും. അവൻ അകന്ന് മലമുകളിലാണ് എങ്കിലും അവൻ ആപത്തിൽ നമ്മുടെ അടുത്തേക്ക് നടന്നു വരികയും ചെയ്യും. ഇത് നമുക്കുള്ള വലിയ ഒരു പ്രത്യാശയാണ്. നമ്മുടെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം. ആ സിറോ മലബാർ കുർബാനയിലെ ആ മനോഹരമായ പാട്ടില്ലേ, നമ്മുടെ കൂടെ ബലവാനാം കർത്താവ് എന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. എന്ത് മനോഹരം അത്! അതായത് കൂടുണ്ട്, എപ്പോഴും കൂടുണ്ട്. വെദർ വി എക്സ്പീരിയൻസ് ഇറ്റ് ഓർ നോട്ട്, വെദർ ഐ ആക്ച്വലി നോ ഇറ്റ് ഓർ നോട്ട്, റെക്കഗ്നൈസ് ഇറ്റ് ഓർ നോട്ട്, ഹീ ഈസ് വിത്ത് അസ്. എല്ലാ സന്ദർഭങ്ങളിലും കർത്താവ് ഈ തകർച്ചകളിലും പ്രയാസങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ സഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. സഭയെന്ന് പറഞ്ഞാൽ നമ്മളാണ്. നമുക്ക് ഓരോരുത്തർക്കും ഈ ഈ റിമൈൻഡർ എപ്പോഴും ഉണ്ടാവണം. യേശു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഈ 56-ാം സങ്കീർത്തനത്തിലാണ് പറയുന്നത്, അവൻ വീണേക്കാം പക്ഷേ മാരകമായിരിക്കില്ല, കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അവൻ വീണേക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് പാളിച്ചകൾ വരാം, അപ്സ് ആൻഡ് ഡൗൺ വരാം. ചിലപ്പോൾ നല്ല തീക്ഷ്ണതയിലൊക്കെ ആയിരുന്നവർ കുറച്ച് പുറകോട്ട് പോകാം. ചിലപ്പോൾ ഒരു ബാക്കപ്പ് വരാം, ചിലപ്പോൾ ഒരു ബാക്ക് സ്ലൈഡിങ് വന്നു എന്ന് തോന്നാം. ശരിയാണ്, പക്ഷേ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ വിശ്വാസമാണ് നമ്മളെ തിരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ശിമയോനോട്, പത്രോസിനോട് പറയുന്നില്ലേ, ശിമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. തിരിച്ചു വരാൻ പറ്റും. പുറകോട്ട് പോയാലും, തള്ളി പറഞ്ഞാലും, യേശുവിനെ വിട്ടിട്ട് ഓടിപ്പോയാലും, അകലെയായിട്ട് അവനെ അനുഗമിച്ചാലും ഒക്കെ ദർ ഇസ് ഓൾവേസ് എ ഹോപ്പ് ടു കം ബാക്ക്. എല്ലാം ഒന്നേന്ന് വീണ്ടും എഴുതി തുടങ്ങാനുള്ള ഒരു അവസരം ഈശോ നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. തിരിച്ചു വരാൻ അവൻ സഹായിക്കും, അവൻ നഷ്ടപ്പെടുത്തില്ല. വേറൊരു വചനം ഈശോ തന്നെ പറയുന്നുണ്ട്, ഈ യോഹന്നാനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അതായത് എൻ്റെ അടുത്തേക്ക് വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയില്ല, എൻ്റെ കയ്യിൽ നിന്ന് ആരും അവരെ പിടിച്ചെടുക്കില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ ഈ കർത്താവിൻ്റെ ഹൃദയത്തിനകത്താണ്. ഈ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു ചിന്തയുണ്ട്. ഇപ്പോൾ പലപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഭയങ്കര ഭയാനകമായ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പലയിടത്തും കേൾക്കാറുണ്ട്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം എന്തായാലും സന്തോഷകരമായ അനുഭവം അല്ല, അതാണെന്നും അല്ല ഞാൻ പറയുന്നത്. മറിച്ച് അത്രമാത്രം അങ്ങ് ഭീതികരമായി ഭയം ജനിപ്പിക്കുന്ന വിധത്തിലൊന്നും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. മാർപ്പാപ്പ പറഞ്ഞ മനോഹരമായ വാചകം എന്താ അറിയോ? ശുദ്ധീകരണ സ്ഥലമെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വെളിയിലുള്ളൊരു സ്ഥലമല്ല. അദ്ദേഹം പറയുന്നത്, ചില ദൈവശാസ്ത്രജ്ഞന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയും, ശുദ്ധീകരണ സ്ഥലം യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് തന്നെയാണ്. എവിടെയാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്? നമ്മുടെ ഈശോയുടെ അകത്താണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ പെർഗേറ്ററി എന്ന് പറയുന്നത് പോലും ഇറ്റ്സ് ഇൻസൈഡ് ദ ഹാർട്ട് ഓഫ് ജീസസ്. യേശുവിൻ്റെ ഹൃദയത്തിനകത്താണ് ഈ ശുദ്ധീകരണ സ്ഥലം. നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് യേശുവിന് വെളിയിലൊന്നുമല്ല, യേശുവിനകത്ത് തന്നെയാണ്. അപ്പോൾ അത് ഈ ജീവിക്കുമ്പോഴാണെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ശുദ്ധീകരണ സ്ഥലത്താണെങ്കിലും നരകത്തിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഹീ ഈസ് വിത്ത് അസ്, എല്ലായിടത്തും നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വചനഭാഗം.
ഇനി ഇവിടെ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട, ഞാൻ ദൈവമാണെന്നാണ് ക്ലിയറായിട്ട് പറയുകയാണ്. അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. അത് കഫർനാമാണ്. കഫർനാമിലേക്ക് അവരെത്തുന്നു. 22-ാമത്തെ വാക്യം, അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടെ യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയതെന്നും കടലിൻ്റെ മറുകര നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. ഇപ്പോൾ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. യേശു കടലിൻ്റെ മീതെ നടന്നു വരുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും ഈ ജനക്കൂട്ടം വീണ്ടും യേശുവിനെ അന്വേഷിച്ച് തീരത്തേക്ക് വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവും കൂടെ വന്ന ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പോയി. ശിഷ്യന്മാരുടെ കൂടെ യേശു പോയിട്ടുമില്ല. അപ്പോൾ അവർക്ക് സംഭവം മനസ്സിലായി, എന്തോ ഒരു വലിയ അത്ഭുതം നടന്നിട്ടുണ്ട്. യേശു എങ്ങനെയാണ് കടലിൻ്റെ മറുകര എത്തിയെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തോ ഒരു വലിയ കാര്യം നടന്നു എന്ന് അവർക്ക് മനസ്സിലായി. പിറ്റേ ദിവസം അവർ അങ്ങനെ മനസ്സിലാക്കി. 23-ാമത്തെ വാക്യം, കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റ് വള്ളങ്ങൾ വന്നു. ഇത് ഒരു മനോഹരമായ സൂചനയാണ്. അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പം വർദ്ധിപ്പിക്കപ്പെട്ട സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയുന്നില്ല സുവിശേഷങ്ങൾ. പറയുന്ന കാര്യം എന്തെന്നറിയോ? യേശു അപ്പം കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച സ്ഥലം. ഇറ്റ്സ് എ ലൊക്കേഷൻ വേർ ജീസസ് ഗേവ് താങ്ക്സ്. അതായത് ഒരു സ്ഥലം മനുഷ്യരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? യേശു താങ്ക്സ് ഗിവിങ് നടത്തിയ സ്ഥലം, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത സ്ഥലം. അതായത് നന്ദിയോടുകൂടി വ്യാപരിക്കുന്ന എല്ലാ ഇടങ്ങളും മനുഷ്യൻ്റെ മനോഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തപ്പെടും. ഗ്രാറ്റിറ്റ്യൂഡുള്ള എല്ലാ ഇടങ്ങളും, എല്ലാ വ്യക്തികളും മനുഷ്യൻ്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടും, സ്ഥായിയായിട്ട് നിലനിൽക്കും. നന്ദികേടുകളാണ് ചരിത്ര താളുകളിൽ അടയാളപ്പെടുത്തപ്പെടാതെ പോകുന്നത്. അല്ലെ മനുഷ്യൻ്റെ മനസ്സിന്, ഹൃദയത്തിൽ മനുഷ്യൻ സത്യം പറഞ്ഞാൽ നിലനിൽക്കാതെ പോകുന്നത്, തലമുറകളിൽ തിരിശേഷിപ്പാവാതെ പോകുന്നത് എന്താണ്? നന്ദികേടുകളാണ്. നന്ദി പറഞ്ഞത് ഓർത്തിരിക്കുകയാണ് മനുഷ്യർ. താങ്ക്സ് ഗിവിങ് ചെയ്ത സ്ഥലം. ഒരു മനോഹരമായ റിമാർക്കാണത്. കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റ് വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. അപ്പോൾ മനസ്സിലാവുന്നുണ്ട്, ജനം എന്ത് ചെയ്തു? അക്കരെ എത്തി. ഈശോ കടലിന് കുറുകെ നടന്ന് അക്കരെ എത്തി, ശിഷ്യന്മാർ വള്ളത്തിനും അക്കരെ എത്തി. ജനവും ഇപ്പോൾ ഈ മറുകരയിലേക്ക് എത്തുകയാണ്. ഇനി 25-ാമത്തെ വാക്യം, യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അതായത് ഇവിടെ കർത്താവ് പറയുകയാണ്, ഇത് ഒരു പുതിയ ഒരു പ്രബോധന വിഷയം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ പ്രബോധന വിഷയത്തിലേക്ക് കടക്കാൻ കുറേ കൂടി നമുക്ക് സമയം ആവശ്യമുള്ളത് കൊണ്ട് ഞാനത് അടുത്ത എപ്പിസോഡിൽ എടുക്കാം. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ ജനം യേശുവിനെ തേടിയെത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ കർത്താവ് ഈശോമിശിഹ ശരിക്കും ഈ ജനത്തിന് പ്രബോധനം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അപ്പവും കൊടുത്തു. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ കൊടുത്തു എന്ന് വേണമെങ്കിൽ തൃപ്തിപ്പെടാവുന്ന ഒരു സ്റ്റേജായി. ഇവർ വീണ്ടും യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ യേശു അവരെ അടുത്ത തലത്തിലേക്ക് വളർത്തുകയാണ്. എപ്പോഴും ഓർത്തിരിക്കണം, അതായത് ഒരു നിലവാരത്തിൽ നിന്ന് അടുത്ത നിലവാരത്തിലേക്ക് യേശു നമ്മളെ വളർത്തുന്നത് നമ്മൾ നിരന്തരം അവനെ അന്വേഷിച്ച് പോകുമ്പോഴാണ്. അപ്പോൾ ഈ ജനം അന്വേഷിച്ച് വരുന്നത് ഒരു സാമാന്യമായ മനുഷ്യൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊരു ഡിസ്റ്റർബൻസാണ്. പക്ഷേ യേശു ഈ സന്ദർഭത്തിൽ വീണ്ടും തന്നെ അന്വേഷിച്ച് വരുന്ന ജനതയെ കർത്താവ് വളർത്താനും അവരെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനും ആഗ്രഹിക്കുകയാണ്. ഈ ജ്ഞാനിയായ ഒരുവനെ നിങ്ങൾ കണ്ടെത്തിയാൽ നിൻ്റെ പാദങ്ങൾ നിരന്തരം അവൻ്റെ പടികളിൽ സ്പർശിക്കണം എന്നൊരു വചനം പഴയ നിയമത്തിലുണ്ട്. ജ്ഞാനിയായ ഒരുത്തനെ കണ്ടെത്തിയാൽ നിരന്തരം ഫ്രീക്വൻ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്.
ആ ഫ്രീക്വൻസിയാണ് ഒരാളെ വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിരന്തരം വ്യാപരിക്കുന്നതാണ് നമ്മളെ വളർത്തുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി. അതുകൊണ്ട് അവൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കാം. എപ്പോഴും അവനെ ഓർമ്മിക്കാം, അവൻ്റെ വചനങ്ങൾ ഗ്രഹിക്കാം, അവനെ അന്വേഷിക്കാം. അങ്ങനെ കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കും. വചനം പഠിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളുടെ ഈ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും ആരോഗ്യത്തിലും കൃപയിലും ദൈവികമായൊരു ആനന്ദത്തിലും ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.